ശബരിമലയിൽ ദർശനം നടത്തിയതിൻ്റെ പേരിൽ വിവേചനം നേരിടുന്ന കനകദുർഗ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. തൻ്റെ മക്കളെ കാണണമെന്നാണ് കനകദുർഗയുടെ ഇപ്പോഴത്തെ ആവശ്യം. അതിൻ്റെ വിശദാംശങ്ങൾ: ഭർത്താവിൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചതിന് തൊട്ടുപിന്നാലെ മക്കളെ കാണാനുള്ള നിയമ പോരാട്ടവുമായി കനകദുർഗ രംഗത്ത്. മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ന് കനകദുർഗ പരാതി നൽകി. മക്കളെ കാണാൻ ഭർത്താവ് അടക്കമുള്ളവർ എതിർക്കുന്നു എന്നാണ് കനകദുർഗയുടെ പ്രധാനപ്പെട്ട വാദം. ഇതോടെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയായിരുന്നു കനകദുർഗ. മക്കളെ കാണാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് ഇന്ന് കനകദുർഗ പ്രധാനമായും മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുന്നിലെത്തിയത്. മക്കളെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന കനകദുർഗയുടെ പരാതിയിന്മേൽ പെരിന്തൽമണ്ണ DYSPയോട് മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇന്ന് തിരൂർ റെസ്റ്റ് ഹൗസിൽ മനുഷ്യാവകാശ കമ്മീഷൻ K മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് കനകദുർഗ മക്കളെ കാണാൻ അനുവദിക്കണമെന്ന പരാതി മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയത്. കോടതി ഉത്തരവ് പ്രകാരം വീട്ടിൽ കയറാൻ അനുവദിച്ചതായും പോലീസ് സംരക്ഷണം ലഭിച്ചതായും ഇന്നലെ കമ്മീഷന് മുന്നിൽ ഹാജരായ കനകദുർഗ ബോധിപ്പിച്ചു. എന്നാൽ കുട്ടികളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നാണ് കനകദുർഗയുടെ ഇന്നത്തെ പരാതി. കോടതിയുടെ മുന്നിലുള്ള വിഷയത്തിൽ നിലവിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാവില്ല എന്നും കനകദുർഗ സർക്കാരിന് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കണമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞിരിക്കുകയാണ്. കുട്ടികളെ കാണാൻ അനുവദിക്കില്ലെന്ന പരാതിയിൽ പോലീസ് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുടുംബ കോടതി മുഖേന പരിഹാരം തേടേണ്ട വിഷയം ആണെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് K മോഹൻകുമാർ അറിയിച്ചിരിക്കുന്നു. അയ്യപ്പ ദർശനം നടത്തിയ യുവതി ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്തെ വീട്ടിൽ പോലീസ് സംരക്ഷണയിൽ ഒറ്റയ്ക്കാണ് താമസം. വീട്ടുകാരുമായി തെറ്റിയതോടെ ഇനി കനകദുർഗയുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഭർത്താവ് കൃഷ്ണനുണ്ണി. അതുകൊണ്ട് തന്നെ ശബരിമല കയറിയ കനകദുർഗയുമായുള്ള ബന്ധം വേർപെടുത്താനാണ് കൃഷ്ണനുണ്ണിയുടെ ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ കോടതി വിധി അനുസരിച്ച് ശബരിമല കയറി എന്നത് ഒരു വിവാഹമോചനത്തിന് കുറ്റമായി കാണാൻ കഴിയില്ല എന്നാണ് അഭിഭാഷകർ കൃഷ്ണനുണ്ണിക്ക് നൽകിയിരിക്കുന്ന നിയമ ഉപദേശമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശബരിമല കയറി എന്ന ഒറ്റ കാരണത്താൽ വിവാഹമോചന ഹർജി നൽകുന്നത് അഭിഭാഷകർക്ക് എത്ര കണ്ട് ബോധിക്കുന്നില്ല. അങ്ങനെ നിയമപരമായി ഒരിക്കലും അതൊരു കാരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലെന്നാണ് അഭിഭാഷകർ നൽകിയിരിക്കുന്ന നിയമ ഉപദേശം. അതുകൊണ്ട് തന്നെ തങ്ങൾ തമ്മിൽ മാനസിക പൊരുത്തമില്ലെന്നുള്ള ഒരു വാദം ഉയർത്തിയാണ് ഇപ്പോൾ ഭാസ്കരനുണ്ണി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വിവാഹമോചനത്തിനുള്ള ഹർജി കൊടുത്തുകൊണ്ട് തങ്ങൾ തമ്മിൽ മാനസികമായി ഏറെ നാൾ അകന്ന് കഴിയുകയാണ് എന്നും ഇനി അടുക്കാൻ ഉള്ള സാധ്യത കുറവാണെന്നുമുള്ള നിയമവശം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാവും കൃഷ്ണനുണ്ണി ഇനി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.